മന്ത് ഓഫ് പ്രയറിൻ്റെ 23-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 22 ദിവസങ്ങൾ ദൈവസന്നിധിയിൽ തലമുറകൾക്ക് വേണ്ടി വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകി. ഇന്ന് 23-ാമത്തെ ദിവസം നമ്മൾ ചിന്തയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്ന വേദഭാഗം 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 41 മുതൽ 46 വരെയുള്ള വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുന്നു. പിന്നെ ഏലിയാവ് ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കം ഉണ്ട് എന്ന് പറഞ്ഞു. ആ ഭാഗം ഒന്ന് പറഞ്ഞിട്ട് അടുത്ത ആ വാക്യം വായിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. അഭിഷിക്തനായ ഏലിയാവ് ആഹാബിനോട് വിശ്വാസത്താൽ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. അദ്ദേഹം പറഞ്ഞു, നീ ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കം ഉണ്ട്. മഴയുടെ മുഴക്കം കാണുകയോ കേൾക്കുകയോ ചെയ്യാതിരിക്കുമ്പോൾ തന്നെ അഭിഷിക്തൻ തൻ്റെ വിശ്വാസത്താൽ താനൊരു പ്രഖ്യാപനം നടത്തി, ഞാൻ കേൾക്കുന്നു മഴയുടെ വലിയ ഒരു മുഴക്കം. ഇതിന് ശേഷമായിട്ട് അടുത്ത വാക്യം, ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മലയിലേക്ക് കയറിപ്പോയി. എന്നാൽ ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തൻ്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് താൻ പ്രാർത്ഥന ആരംഭിച്ചു. ശ്രദ്ധിക്കുക, താനൊരു കാര്യം ഡിക്ലെയർ ചെയ്തതിന് ശേഷമായി, താനൊരു വിശ്വാസ പ്രഖ്യാപനം ചെയ്തതിന് ശേഷമായി, ആ പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തിന് മറുപടി കിട്ടാൻ, അത് കാണാൻ വേണ്ടി കർമ്മേൽ പർവ്വതത്തിൻ്റെ മുകളിൽ പോയി താൻ തൻ്റെ മുഴങ്കാലിലേക്ക് തലകുനിച്ച് വെച്ച് താൻ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. ഒരു ദൈവപൈതൽ നമ്മുടെ ലൈഫിൽ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ വിശ്വാസത്താൽ ചില പ്രഖ്യാപനങ്ങൾ നടത്തുകയും നമ്മുടെ വിശ്വാസം നമ്മൾ ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾക്കുള്ള മറുപടികൾ നമ്മൾ കാണേണ്ടുന്നതിന് നമ്മൾ ദൈവസന്നിധിയിൽ മുഴങ്കാലുമടക്കാൻ നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ്. നമുക്ക് വരേണ്ടുന്ന മറുപടി അത് ദൈവത്തിൽ നിന്നാണ് വരേണ്ടുന്നത്. ദൈവമാണ് നമുക്ക് മറുപടി തരേണ്ടുന്നത്. ദൈവമാണ് നമുക്ക് ഉത്തരം തരേണ്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി അത് ദൈവസന്നിധിയിലാണെന്ന് തിരിച്ചറിഞ്ഞ് മുഴങ്കാലുമടക്കാൻ, പ്രാർത്ഥിക്കാൻ ആരെങ്കിലും തയ്യാറാണെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ മറുപടി ഉണ്ടാകും. താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ താൻ ബാല്യക്കാരനോട് പറയുകയാണ്, 43-ാമത്തെ വാക്യം, തൻ്റെ ബാല്യക്കാരനോട്, നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അതിന് അവൻ പിന്നെയും 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചേ, താൻ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്ന, ഞാൻ പ്രഖ്യാപിച്ചിട്ടുള്ള വിഷയത്തിന് ദൈവം ഒരു മറുപടി തരും. ബാല്യക്കാരൻ നോക്കി. 1-ാമത്തെ പ്രാവശ്യം പോയി നോക്കുമ്പോൾ മഴയുടെ ഒരു കോളോ അതിനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. 2-ാമത്തെ പ്രാവശ്യം പോയി, ഒന്നും കാണുന്നില്ല. 3-ാമത്തെ പ്രാവശ്യം പോയി, ഒന്നും കാണുന്നില്ല. ഇങ്ങനെ 6 പ്രാവശ്യം പോയപ്പോഴും മറുപടിയുടെ യാതൊരു സാധ്യതകളും കാണുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങൾ നടത്തി ആത്മാവിൽ നമ്മളൊരു കാര്യം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് ആ വിഷയത്തിന് മുഴങ്കാൽ മടക്കി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ മറുപടി ദൈവം നമുക്ക് വേണ്ടി നൽകി തരുവാനിടയാവും. നമ്മൾ പ്രാർത്ഥിച്ച് മടുത്തു പോകുന്നവരായിട്ടല്ല, പിന്നെയും പ്രാർത്ഥിക്കാൻ, മറുപടി ലഭിക്കുന്നിടം വരെയും പ്രാർത്ഥിക്കാൻ. ശ്രദ്ധിച്ചേ, ഏലിയാവ് ഓരോ തവണയും ബാല്യക്കാരനെ പറഞ്ഞു വിടുമ്പോൾ കിട്ടുന്ന മറുപടി
നടക്കത്തില്ല, ഒരു സാധ്യതയുമില്ല എന്നുള്ളതാണ്. എന്നാൽ അഭിഷക്തൻ ഭാരപ്പെട്ടില്ല. അഭിഷക്തൻ ആ വിഷയത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു വിഷയത്തെ ആത്മാവിൽ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ വെച്ച് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കുക. മറുപടി ലഭിക്കുന്നിടം വരെയും പ്രാർത്ഥിക്കുക. ആമൻ. അങ്ങനെ 7ാമത്തെ പ്രാവശ്യം ആമൻ ദാസൻ പോയി നോക്കിയിട്ട് വരുമ്പോൾ കാണുന്നത് കൈപ്പത്തി പോലൊരു മേഘം പൊങ്ങിയിരിക്കുന്നത് താൻ കാണുകയാണ്. യജമാനന്റെ അടുക്കിലേക്ക് വന്നിട്ട് ദാസൻ പറഞ്ഞു, ബാല്യക്കാരൻ പറഞ്ഞു, യജമാനെ, കൈപ്പത്തി പോലൊരു മേഘം പൊങ്ങിയിട്ടുണ്ട്. ആമൻ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ആമൻ, കൈപ്പത്തി പോലെ ഒരു മേഘം പൊങ്ങിയാൽ മതി, അതൊരു വലിയ ആമൻ കൊടും മഴയ്ക്കുള്ള സാധ്യതയാണത്. ഒരു ചെറിയ കാര്യമേ കണ്ടിട്ടുള്ളൂ, പക്ഷേ വലിയ മഴക്കത്തിനുള്ള നാന്ദിയാണത് കുറിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് നമ്മൾ ഇടിവിൽ നിൽക്കുമ്പോൾ, ഇന്ന് നമ്മൾ കരയുമ്പോൾ, ഇന്ന് നമ്മൾ പല വിഷയങ്ങളെ ദൈവകരങ്ങളിൽ ഏറ്റെടുക്കുമ്പോൾ, ഒരു കാര്യം ഞാൻ പറയാം, ആമൻ, കൈപ്പത്തി പോലൊരു മേഘം പൊങ്ങുന്നുണ്ടെങ്കിൽ ഓർത്തോ, അതൊരു വലിയ മഴയ്ക്കുള്ള തുടക്കമാണ്. 44ാമത്തെ വാക്യത്തിൽ 7ാം പ്രാവശ്യമോ അവൻ ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. അതിനവൻ, നീ ചെന്ന് ആഹാബിനോട്, മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി ഇറങ്ങിപ്പോക എന്ന് ബോധിപ്പിക്ക എന്ന് പറഞ്ഞു. 45ാമത്തെ വാക്യം, ഒരു ചെറിയ കൈപ്പത്തി പോലായിരുന്നു മേഘമെങ്കിൽ 45ാമത്തെ വാക്യം വരുമ്പോൾ ക്ഷണത്തിൽ ആകാശവും മേഘവും കാറ്റുകൊണ്ട് കറുത്തു, വൻമഴ പെയ്തു. സ്തോത്രം. ആമേൻ. ആഹാബ് രഥം കയറി ഇസ്രായേലിലേക്ക് പോയി. 46ാമത്തെ വാക്യം, എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു, അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രായേലിൽ എത്തും വരെ ആഹാബിന് മുൻപായി ഓടി. ശ്രദ്ധിച്ചു കേൾക്കണം. പ്രാർത്ഥിക്കുന്നവന്റെ അഭിഷേകം നിങ്ങൾ നോക്കുക, പ്രാർത്ഥിക്കുന്നവന്റെ പവർ നിങ്ങൾ നോക്കുക, പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിക്കുമ്പോഴുണ്ടാകുന്ന മറുപടിയുടെ ആ മഹത്വം നിങ്ങൾ മനസ്സിലാക്കുക. ആമൻ. എത്ര അത്ഭുതകരമായ ഒരു വിടുതലാണ് കർത്താവ് അവിടെ ചെയ്തത്. ആമൻ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഈ ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മനസ്സിനകത്തേക്ക് ഒന്ന് കോരിയിട്ടിട്ട് അതൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക്, ഞാൻ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾക്ക് ഞാൻ ഇത്ര നാളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ആമൻ. ആ പ്രാർത്ഥന മുടക്കേണ്ട, ആ പ്രാർത്ഥനയിൽ നമ്മൾ മടുത്തു പോകണ്ട. നമ്മൾ പിന്നെയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു കരം നമുക്ക് വേണ്ടി വെളിപ്പെടുന്നത് നമ്മൾ കാണുവാൻ തുടങ്ങും. ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം നമുക്ക് വേണ്ടി കാണുവാൻ തുടങ്ങും. ഞാനൊരു കാര്യം പറയട്ടെ, ആമൻ, ഭാരതത്തിൽ ഒരു വലിയ ഉണർവിന് വേണ്ടി, വലിയൊരു മഴയ്ക്ക് വേണ്ടി കർത്താവ് ചില കാര്യങ്ങൾ ക്രമീകരിക്കുന്നു. ആമൻ. നമ്മൾ ആത്മാവിൽ അത് പ്രഖ്യാപിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ, അല്ല ലക്ഷക്കണക്കിന് ആളുകൾ ദൈവസഭയുടെ അംഗങ്ങളായി മാറുന്ന, ആമൻ, അനേക തലമുറകൾ ദൈവത്തിങ്കിലേക്ക് വരുന്ന ഒരു വലിയ കൊയ്ത്തിന് വേണ്ടി കർത്താവ് ഈ കാലഘട്ടത്തിൽ നമ്മളെക്കുറിച്ച് ആ നിലയിൽ ദൈവം നമ്മളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു തലമുറയെ കർത്താവിന് വേണ്ടി നേടാൻ ഒരു വലിയ കൈപ്പത്തി പോലൊരു മേഘം പൊങ്ങിയിട്ടുണ്ട്. അതൊരു വലിയ മഴയ്ക്ക് വേണ്ടിയുള്ള തുടക്കമാണ്, ആത്മീക ഉണർവിനുള്ള തുടക്കമാണ്. നമുക്ക് പ്രാർത്ഥനയിൽ പിന്നെയും പോരാടാം. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ്, കർത്താവേ, ഞാൻ പിന്നെയും പ്രാർത്ഥിക്കാൻ ഞാൻ തയ്യാറാകുന്നു, ഞാൻ പിന്നെയും മുഴങ്കാൽ മടക്കാൻ തയ്യാറാകുന്നു. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും, എൻ്റെ കണ്ണുനീരിന് മറുപടി ഉണ്ടാകും. എൻ്റെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു ദൈവമുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ വരും, നിശ്ചയം. ഞാനത് വിശ്വസിക്കുന്നു. ആത്മാവിൽ നമ്മൾ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങളുടെ പവർ എത്രമാത്രമാണ്. യോശുവ പറഞ്ഞു, ചന്ദ്രനോടും സൂര്യനോടും കൽപ്പിക്കുക. കൽപ്പനയുടെ പവർ നിങ്ങൾ നോക്കണം. എൻ്റെയും നിങ്ങളുടെയും നാവിന്മേൽ ദൈവം തന്നിരിക്കുന്ന അധികാരത്തെ നിങ്ങൾ തിരിച്ചറിയുക. നമുക്ക് ദൈവം ആ അധികാരം തന്നിരിക്കുന്നു. നമ്മൾ വിശ്വാസത്താൽ നമ്മൾ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. ആ പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നമ്മൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഒരു നിമിഷം
ഈ പ്രാർത്ഥനയുടെ 23-ാമത്തെ ദിവസത്തിൽ ആമൻ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എക്സൽ ടീമുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ടവർ, എക്സൽ മിനിസ്ട്രീസിനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർ, ആമൻ, ഈ പ്രാർത്ഥനയിൽ നമുക്ക് പിന്നെയും ഒരുമിക്കാം. 2026 വലിയ ഉണർവ്, വലിയ കൊയ്ത്ത് കർത്താവ് ദൈവസഭയ്ക്ക് നൽകാൻ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ. യേശുവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തന്ന ഈ വചനത്തിനായി സ്തോത്രം. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ് അത്ഭുതം ചെയ്യും. പ്രാർത്ഥിക്കുവാൻ വേണ്ടി അവിടുന്ന് ഞങ്ങളെ വിളിച്ചിരിക്കുകയാണല്ലോ. കർത്താവ്, ഈ ദിവസങ്ങളിൽ ഞങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ മനസ്സിലാക്കുന്നു കൈപ്പത്തി പോലെയുള്ള മേഘങ്ങൾ പൊങ്ങും. ആമൻ, അതൊരു വലിയ വൻമഴയ്ക്ക് വേണ്ടിയുള്ള തുടക്കമായിരിക്കും അത്. കർത്താവെ, എൻ്റെ കർത്താവ്, ക്ഷാമം മാറുന്ന, ദേശത്തിലെ ക്ഷാമം മാറുന്ന ഒരു വലിയ മഴയ്ക്ക് വേണ്ടി, ഡ്രൈനസ് മാറുന്ന, കർത്താവെ, ഒരു വലിയ സാധ്യതകൾ കർത്താവ് തുടക്കം കുറിക്കുന്നതിനാലെ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ കർത്താവ് ജനത്തെ ബ്ലസ് ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മുഴുമഹത്വം അങ്ങേക്ക്, യേശുവിൻ തന്നെ നാമത്തിൽ തന്നെ. ആമേൻ. ഗാഡ് ബ്ലസ് യു.